എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥ തുടരുകയാണ്. ഇതുവരെ നമ്മൾ ഭാഗവത മാഹാത്മ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഭാഗവത മഹാപുരാണത്തിലേക്ക് കടക്കുകയാണ്. ഓം തത്സത്. ശ്രീ ഗണേശായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധഃ അധ പ്രഥമോധ്യായഃ. ആദ്യത്തെ സ്കന്ധത്തിലെ 1-ാം അധ്യായം, നൈമിഷോപാഖ്യാനം എന്ന് പേരുള്ള 1-ാം അധ്യായ കഥ പറയുകയാണ്. ഇക്കാണുന്ന പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഉൽപ്പത്തി, സ്ഥിതി, ലയങ്ങൾ യാതൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണോ, ആദിയിൽ യാതൊരുവനാണോ ബ്രഹ്മാവിന് വേദങ്ങളെ വിസ്തരിച്ചു കൊടുത്തത്, സർവജ്ഞനും സ്വയം പ്രകാശിക്കുന്നവനുമായ യാതൊരുവനിലാണോ പണ്ഡിതന്മാർ പോലും ഭ്രമിക്കുന്നത്, യാതൊരുവന്റെ മായാശക്തി ഹേതുവായിട്ടാണോ മരീചിക ജലാശയമായും ജലബിന്ദു മുത്തായും അനുഭവപ്പെടുന്നത്, ത്രിഗുണാത്മകമായ സൃഷ്ടി യാതൊരുവന്റെ മായാശക്തി ഹേതുവായാണോ നമ്മൾ സത്യമായി കരുതുന്നത്, യാതൊരുവനാണോ സ്വതേജസ് കൊണ്ട് മായാബന്ധനത്തിൽ നിന്ന് മോചനം നൽകുന്നത്, സത്യസ്വരൂപനായ ആ പരംപുരുഷനെ നമ്മൾ ധ്യാനിക്കുന്നു. വേദവ്യാസ മഹാമുനിയാൽ രചിക്കപ്പെട്ട ഈ ശ്രീമദ് ഭാഗവത പുരാണത്തിൽ മാത്സര്യബുദ്ധിയില്ലാത്ത സജ്ജനങ്ങളുടെ കാപഢ്യമില്ലാത്ത പരമധർമ്മം പ്രതിപാദിച്ചിരിക്കുന്നു. ഇത് സത്യവും മംഗളപ്രദവും താപത്രയത്തെ നശിപ്പിക്കുന്നതും ബ്രഹ്മതത്വത്തെ അറിയുന്നതിന് ഉതകുന്നതും ആകുന്നു. ഇതിൻ്റെ ശ്രവണ മനനാദികൾ കൊണ്ട് സുകൃതികളായ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു. മറ്റേതെങ്കിലും ശാസ്ത്രം കൊണ്ട് ഇത്ര വേഗത്തിൽ ഈശ്വര ദർശനം സിദ്ധിക്കുമോ? വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ പരിപക്വമായ ഫലമായിരിക്കുന്നതും ശുഗബ്രഹ്മർഷിയുടെ മുഖ കമലത്തിലൂടെ നിർഗമിച്ചതും അമൃതരസ സംയുക്തവുമായ ശ്രീമദ് ഭാഗവതത്തെ രസജ്ഞന്മാരും ഭാഗ്യവാന്മാരുമായ നിങ്ങൾ പിന്നെയും പിന്നെയും പാനം ചെയ്താലും. ഭാഗവത മഹാത്മ്യം പ്രതിപാദിച്ചതിന് ശേഷം നൈമിഷാരണ്യത്തിലെ ദീർഘസത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നൈമിഷത്തിലെ വിഷ്ണുക്ഷേത്രത്തിൽ വെച്ച് ശൗനകൻ തുടങ്ങിയ മാമുനിമാർ വിഷ്ണുപദ പ്രാപ്തിക്കായിക്കൊണ്ട് 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം നടത്തി. ഒരു നാൾ മുനിമാർ പ്രാതർഹോമം കഴിഞ്ഞിരിക്കുമ്പോൾ മഹാത്മാവായ സൂത പൗരാണികൻ അങ്ങോട്ട് ആഗതനായി. സൂതനെ ഉപചാരപൂർവം സ്വീകരിച്ചിരുത്തിയ ശേഷം മുനിമാർ സൂതനോട് ചോദിച്ചു, അല്ലയോ പുണ്യാത്മാവേ, അവിടുന്ന് ഇതിഹാസ പുരാണാദികളെല്ലാം പഠിക്കുകയും ഇവിടെ വച്ച് ചൊല്ലപ്പെടുകയും ഉണ്ടായി. അവയെല്ലാം ധർമ്മതത്വങ്ങളെ പ്രതിപാദിക്കുന്നവ തന്നെയാണ്. ജ്ഞാനികളിൽ വെച്ച് ഉത്തമനായ ഭഗവാൻ ബാദരായണനും, ബാദരായണൻ വ്യാസന്റെ മറ്റൊരു പേരാണ്, ഭഗവാൻ ബാദരായണനും മറ്റു മുനിമാരും അറിഞ്ഞതിനെയെല്ലാം അവിടുന്നും ഗ്രഹിച്ചിരിക്കുമല്ലോ. പ്രിയ ശിഷ്യന്മാർക്ക് ഗുരുക്കന്മാർ അത്യധികം രഹസ്യമായ കാര്യങ്ങൾ പോലും പറഞ്ഞു കൊടുക്കുമല്ലോ. അല്ലയോ സൂത, അവിടുന്ന് ദീർഘായുസ്സോടുകൂടിയവനായിരിക്കട്ടെ. അവിടുത്തെ അഭിപ്രായത്തിൽ മനുഷ്യർക്ക് ആത്യന്തിക ശ്രേയസ് നൽകുന്നത് യാതൊന്നാണോ അത് ഞങ്ങളോടും പറഞ്ഞാലും. ഈ കലിയുഗത്തിൽ മനുഷ്യർ ആയുസ്സും ബുദ്ധിയും ഭാഗ്യവും കുറഞ്ഞവരും നാനാവിധ ഉപദ്രവങ്ങളെ സഹിക്കേണ്ടവരും ആയിത്തീരുന്നു. ഇതിനെ തരണം ചെയ്യുവാൻ നാനാതരത്തിലുള്ള ഉപായങ്ങളും കർമ്മങ്ങളുമൊക്കെ പറയപ്പെട്ടിട്ടുമുണ്ട്. അറിഞ്ഞാലാണോ ആത്യന്തികമായ മനഃശാന്തി സിദ്ധിക്കുക? അതവിടുന്ന് സ്വബുദ്ധി കൊണ്ട് കടഞ്ഞെടുത്ത് ശ്രദ്ധാഭക്തി സമന്വിതരായ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അല്ലയോ സൂത, അവിടുത്തേക്ക് മംഗളം ഭവിക്കട്ടെ. സാത്വതാമ്പതിയായ ഭഗവാൻ യാതൊന്നിനു വേണ്ടിയാണോ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി ജനിച്ചതെന്ന് അവിടുത്തേക്ക് അറിയാമല്ലോ. അല്ലയോ പുണ്യാത്മാവേ, ആ ചരിതം മോക്ഷേച്ഛുക്കളായ ഞങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു തന്നാലും. ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നത് ഭൂതജാലങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയാണല്ലോ. അതിഘോരമായ ഈ സംസാരത്തിൽ ഉഴലുന്നവർക്ക്
ഭഗവാന്റെ തിരുനാമം ഉച്ചരിക്കുന്ന മാത്രയിൽ തന്നെ മുക്തി സിദ്ധിക്കുമല്ലോ. ഭയം പോലും ഭയപ്പെടുന്നതാണല്ലോ ഭഗവാന്റെ ദിവ്യരൂപം. ഭഗവത്പാദങ്ങളെ ആശ്രയിച്ചവരും ശാന്തചിത്തരുമായ മുനിമാരുടെ സാമീപ്യം കൊണ്ട് തന്നെ ശുദ്ധി കൈവരുന്നു. ഗംഗാദി നദികൾ പോലും ചിരകാല സേവ കൊണ്ട് മാത്രമേ ശുദ്ധി നൽകുകയുള്ളൂ. പുണ്യാത്മാക്കൾ നിരന്തരം സ്തുതിക്കുന്ന കർമ്മത്തോടു കൂടിയവനും കലിദോഷത്തെ ഇല്ലായ്മ ചെയ്യുന്നവനുമായ ഭഗവാന്റെ മഹാത്മ്യത്തെ, ആത്മശുദ്ധിയെ കാക്ഷിക്കുന്ന ആരാണ് ശ്രവിക്കുവാൻ കൊതിക്കാതിരിക്കുക? കേവല ലീലാർത്ഥം നാനാരൂപങ്ങൾ ധരിക്കുന്നവനും മഹാത്മാക്കളാൽ നിരന്തരം സ്തുതിക്കപ്പെടുന്നവനുമായ ഭഗവാന്റെ ചരിതം ശ്രദ്ധായുക്തരായ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, അനന്തരം ഭഗവാൻ ആത്മമായ കൊണ്ട് നാനാവതാരങ്ങൾ സ്വീകരിച്ച ചരിതവും പറഞ്ഞു തന്നാലും, ഭഗവാന്റെ ചരിതം എത്ര ശ്രവിച്ചാലും ഞങ്ങൾക്ക് തൃപ്തി വരില്ല. രസജ്ഞന്മാർ ആയവർക്ക് ഓരോ പദം കേൾക്കുന്തോറും ആനന്ദം വർദ്ധിച്ചു വരുന്നു. ഹൃദയ ഗുഹയിൽ മറഞ്ഞിരിക്കുന്നവനും ലീലാർത്ഥം മാനുഷ്യരൂപം ധരിക്കുന്നവനുമായ ഭഗവാൻ കേശവൻ ജ്യേഷ്ഠനായ ബലരാമനോടുകൂടി അമാനുഷികവും പരാക്രമത്തോടുകൂടിയതുമായ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും, കലി ആഗതനായി എന്നറിഞ്ഞിട്ട് ഈ വൈഷ്ണവക്ഷേത്രത്തിൽ ദീർഘസത്രത്തോടുകൂടി ഇരിക്കുന്നവരായ ഞങ്ങൾ ശ്രീഹരിയുടെ കഥാമൃതം ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ തന്നെയാകുന്നു. സാത്വിക സ്വഭാവത്തെ ഹരിക്കുന്നതും തരണം ചെയ്യാൻ പ്രയാസമേറിയതുമായ കലിയെ ജയിക്കുവാൻ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാഗരം കടക്കുവാൻ ഒരു നാവികനെ എന്ന പോലെ അവിടുത്തെ ലഭിച്ചിരിക്കുന്നു. യോഗേശ്വരനും ബ്രഹ്മജ്ഞനും ധർമ്മ സംരക്ഷകനുമായ കൃഷ്ണൻ സ്വസ്ഥാനത്തെ പ്രാപിച്ചതിനു ശേഷം ധർമ്മത്തിന് ആശ്രയമായി വർത്തിച്ചത് എന്തായിരുന്നുവെന്ന് പറഞ്ഞാലും സൂതൻ ഇതിന് മറുപടി പറയുന്നത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.